നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ പോരാട്ടം ഇതാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ബുദാപെസ്റ്റിൽ പുസ്കാസ് അറീനയിൽ നിലവിലെ ചാമ്പ്യന്മാരായ PSG-യും പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. തീവറക്കുന്ന ഒരു പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുമ്പോൾ രണ്ട് ടീമിൻ്റെ കോച്ചുമാരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രീമിയർ ലീഗ് കിരീടം അവർ അർഹിച്ചിരുന്നതാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് അവരൊരു ടഫ് ബാറ്റിൽ കഴിഞ്ഞാണ് വരുന്നത്. അവർ മികച്ച ടീമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ കിരീടം. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കളിക്കുന്ന എല്ലാ ഗെയിമുകളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഫൈനൽ സ്വാഭാവികമായിട്ടും ടഫായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഫൈനലിനെ കുറിച്ച് പറയുമ്പോൾ അത് നല്ല മാർജിൻ ഞങ്ങൾ ഇന്ററിനെതിരെ വിജയിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും ഫൈനലുകൾ എപ്പോഴും ടഫറാണ് എന്ന കാര്യം മനസ്സിലാക്കി. ഇഫ് യു സ്പീക്ക് അബൌട്ട് ഫൈനൽസ്, ഇറ്റ്സ് ഓൾവേസ് ഡിഫിക്കൽട്ട്. ഒരുപാട് ടെൻഷൻ, ഒരുപാട് ആൻറ്റിസിപ്പേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വിജയിക്കാൻ നമ്മൾ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. 2023 ഇവിടെ എത്തുമ്പോൾ ഞാൻ ഈ നേട്ടങ്ങളിലേക്കൊക്കെ ടീമിന് എത്തിക്കാൻ കഴിയുമോ എന്ന് കരുതിയിരുന്നോ എന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്, അതാണ് ക്ലബിൻ്റെ ഒബ്ജക്റ്റീവ്, അതായിരുന്നു പ്ലാന്. അത് വളരെ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റി. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ സീസണിൽ ഞങ്ങളാണ് വിജയിച്ചത്. തീർച്ചയായിട്ടും അത് ടീമിൻ്റെ ഒരു നിലവാരം കൃത്യമായിട്ട് കാണിക്കുന്ന ഒന്നാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. അതേസമയം മൈക്കൽ ആർട്ടിറ്റ ഒരു കാര്യം പറയുന്നു, ആഴ്സണൽ ഇവിടെ അണ്ടർഡോഗ്സ് ആണെന്ന്. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണല്ലോ PSG. അപ്പോൾ അവരുടെ കയ്യിലാണ് കിരീടം ഇരിക്കുന്നത്. അവരിൽ നിന്ന് ഞങ്ങൾക്കത് നേടിയെടുക്കുകയാണ് വേണ്ടത്. അതിന് കഴിയും എന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് മൈക്കൽ ആർട്ടിറ്റ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ്. മൈക്കൽ ആർട്ടിറ്റ വളരെ കൃത്യമായിട്ട് പറയുന്നു, തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഓൺ ദി മൊമെൻറ്റ്. കാരണം രണ്ടാം തവണയാണ് ചരിത്രത്തിൽ ഞങ്ങൾ UCL ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തുന്നു, ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഈ ക്ലബിൻ്റെ ചരിത്രത്തിലൊരു പുത്തൻ അധ്യായം എഴുതി ചേർക്കാനുള്ള അവസരം ലഭിക്കുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി, കറേജോടുകൂടി, ധൈര്യത്തോടുകൂടി, ഒരിക്കലും അടങ്ങാത്ത ആ ഒരു ഡിസയറോടുകൂടി വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസാണ്, അവർ ആ ട്രോഫി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളത് നേടിയെടുത്ത് ഉയർത്താൻ വേണ്ടി ശ്രമിക്കും. They are currently the champions and we are here to take that away from them എന്നുകൂടി വളരെ കൃത്യമായിട്ട്, വളരെ ക്ലാരിറ്റിയോടുകൂടി മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. ഇപ്പോൾ രണ്ട് കിടിലൻ ടീമുകൾ തമ്മിലുള്ള കിടിലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ടീമുകളുടെ ഫോം ഗേഡ് എടുത്ത് നോക്കിയാൽ പാരീസ് അവസാനമായി കളിച്ച 5 കളികളിൽ 2 ജയിച്ചത്, 2 സമനില, 1 തോൽവിയാണ്. ആഴ്സണൽ അവസാനം കളിച്ച 5 കളിയും ജയിച്ചാണ് വരുന്നത്. ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് യുവേഫ തരുന്ന അനുസരിച്ച് 5 കളികൾ നടന്നപ്പോൾ 2 PSG ജയിച്ചു, 1 ആഴ്സണൽ ജയിച്ചു, 2 സമനിലയായി. 2 ടീമും 6 വീതം ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കുന്ന UCL ഫൈനൽ, അത് ഈ തവണത്തെ വേൾഡ് കപ്പിന് മുമ്പുള്ള ക്ലബ് ഫുട്ബോളിൽ അവസാന മത്സരമാണ്. അതൊരു ഗംഭീര പോരാട്ടമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.